കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം മതപണ്ഡിതൻ ഉസ്താദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകം കോട്ട് ചെയ്ത് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രഭാഷണം എനിക്ക് കിട്ടുകയുണ്ടായി. എനിക്ക് ആദ്യം വളരെ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയായിട്ടും ഭാഗവതത്തെ അദ്ദേഹം അതിലെ വരികൾ ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഇസ്ലാം മതം 2000 വർഷം പഴക്കമുള്ളതാണ്. ഭാഗവതമൊക്കെ രചിക്കുന്നത് ഒരു 4000-ലധികം വർഷം മുമ്പെയാണ്. അതായത് ഇതര മതങ്ങളൊക്കെ ഭാഗവതം വന്ന് ഒരു 3000 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത്രയും പ്രാചീനമായൊരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം. അതായത് ഈ ഉസ്താദിൻ്റെയൊക്കെ മുതുമുത്തശ്ശന്മാർ പണ്ട് വായിച്ചിരുന്ന ഭാഗവതം. അപ്പം ആ ഭാഗവതത്തെ അദ്ദേഹം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു ശ്ലോകം ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികർ സന്തോഷിക്കും. കാരണം അവർ കൊണ്ടു നടന്ന ഭാഗവതത്തെയാണ് അദ്ദേഹം വായിക്കുന്നത് അല്ലെങ്കിൽ ആ ശ്ലോകം ചൊല്ലുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷെ അതിലൊരു വേദനയും തോന്നി. കാരണം അദ്ദേഹം ആ ശ്ലോകത്തെ വളരെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. അത് അദ്ദേഹത്തിൻ്റെ സംസ്കൃത പരിജ്ഞാനമില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ വല്ല സ്വാർത്ഥ മതചിന്തയുമായിരിക്കാം. എന്തായാലും ഈ ഒരു ശ്ലോകവും അതിൻ്റെ അർത്ഥവും നാം ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഉസ്താദ് ചൊല്ലിയ ശ്ലോകം 12-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകമാണ്. ആ ശ്ലോകം ഒന്ന് ഞാൻ ഇവിടെ ചൊല്ലാം. കഥായിമാംസ്തേ കഥിതാമഹീയസാം വിധായ ലോകേഷു യശപ്പരേഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിന്നതു പാരമാത്മ്യം. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നതിന് മുമ്പ് ഉസ്താദിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഉസ്താദ് പറയുന്നത്, പരീക്ഷത്ത് മഹാരാജാവേ, അങ്ങയ്ക്കായി പറഞ്ഞ കഥകളിലെ പരയുഷാം പരലോകത്തേക്ക് പോയ ആളുകളുടെയൊക്കെ കഥകളൊക്കെ നതു പാരമാർത്ഥ്യം, അതൊന്നും ഉള്ളതല്ല എന്ന്. അതായത് ഈ കഥകളൊക്കെ മിഥ്യയാണ്, കള്ളത്തരമാണ്, പൊള്ളത്തരമാണ്. അതിലെ വിജ്ഞാന വൈരാഗ്യം അങ്ങേക്കുണ്ടാവാനാണ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് അദ്ദേഹം തെറ്റായി മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിച്ചതായിരിക്കാം. അതുകൊണ്ട് ഇത് ശരിക്കും നാം മനസ്സിലാക്കണം. എന്താണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്, അർത്ഥമാക്കേണ്ടത്, നാം എന്തായിരിക്കണം അതിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പം ഇവിടെ വ്യാസഭഗവാൻ പറയുന്നു, അല്ലെങ്കിൽ പരീക്ഷത്ത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നു, കഥാ ഇമാസ്തേ കഥിതാമഹീയസാം വിധായ ലോകേഷു യശപ്പരേഷാം. അതായത് കഥിതാ കഥ, മയാ കഥിത കഥ, എന്നാൽ പറയപ്പെട്ട കഥകൾ. ഇമാ, ആരുടെ? ഇവിടെ അങ്ങേക്ക് ഞാൻ പറയപ്പെട്ട കഥകളുണ്ട്. ആരുടെ? ലോകേഷു യശ, ഈ ലോകത്തിൽ ജീവിച്ച യശസ്സിനെ കാണിച്ചു തന്ന, ജീവിതത്തിൻ്റെ നിശ്രേയസ് എന്താണെന്ന് നമുക്ക് വഴി കാണിച്ചു തന്ന മഹീയസാം, മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കഥകൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. അവര് പരയുഷാം, പരയുഷാം എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്ക് പോയി എന്നല്ല, അവർ ശരീരം ഉപേക്ഷിച്ചു പോയി. പക്ഷെ അവർ പോകുന്നതിന് മുമ്പ് നമുക്ക് വിധായ ലോകേഷ്, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള യശസ്സിനെ വിധായ, യശസ്സിനെ കാണിച്ചു തന്നുകൊണ്ടാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉന്നതരാവേണ്ടത്, ഉത്കൃഷ്ടരാവേണ്ടതെന്നുള്ള മാർഗം കാണിച്ചു തന്നിട്ടാണ് അവർ പോയിട്ടുള്ളത്. അങ്ങനെയുള്ളവരുടെ കഥകൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നത് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. മഹാത്മാവേ, അങ്ങേക്ക് ഞാനിതൊക്കെ പറഞ്ഞു തന്നത് അങ്ങയുടെ ഉള്ളിൽ വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനാണ്. എന്താണ് വിജ്ഞാനം, എന്താണ് വൈരാഗ്യം? പൊതുവെ ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെയാണ് പലരും ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുക. ഇപ്പം നമുക്ക് ജ്ഞാനവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്. ജ്ഞാനം എന്നാൽ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതൊക്കെ ജ്ഞാനമാണ്. അതിനെ ഭൗതിക വിദ്യ എന്ന് പറയും. അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടോ അതൊക്കെ ഭൗതിക വിദ്യ. ഈവൻ മതവിദ്യാഭ്യാസം പോലും ഭൗതിക വിദ്യയാണ്. അതിനൊന്നും ദൈവികമെന്നും ആത്മീയെന്നും വിളിക്കരുത്. അതൊക്കെ ഭൗതിക വിദ്യയാണ്. കാരണം മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതൊക്കെ ഭൗതിക വിദ്യയാണ്. എന്നാൽ മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ വികസിപ്പിക്കുന്ന വിദ്യയുടെ പേരാണ് വിജ്ഞാനം. അതാണ് ആത്മീയ വിദ്യ, അധ്യാത്മവിദ്യ. അപ്പം നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന അധ്യാത്മവിദ്യ, അതായത് മനസ്സിനെ അറിയുക, മനസ്സിനെ വികസിപ്പിക്കുക, അപ്പം മനസ്സിനെ ഉത്കൃഷ്ടമാക്കുക, ഈ വിദ്യ മനസ്സിലാക്കിക്കൊണ്ട്
ഇനി എന്ത് വേണം? വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടുള്ള ദേഷ്യവും വിദ്വേഷവും അല്ല. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതിനെ മാറ്റി നിർത്താനുള്ള കഴിവാണ് വൈരാഗ്യം. അതായത് എനിക്ക് എൻ്റെ മനസ്സിനെ വികസിപ്പിക്കാനുള്ള മാർഗം മനസ്സിലായാൽ നല്ലതിനൊക്കെ ചേരാൻ, എന്നാലേ എൻ്റെ മനസ്സ് വികസിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അതിന് തടസ്സം സൃഷ്ടിക്കുന്നതിനെ തട്ടി മാറ്റാനുള്ള കഴിവിൻ്റെ പേരാണ് വൈരാഗ്യം. ഞാൻ ഉസ്താദിനോട് പറയട്ടെ, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ പ്രാവശ്യത്തെ ഓണാഘോഷത്തിൽ ധാരാളം മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കണ്ടായി. അവരിൽ ഈ വിജ്ഞാന വൈരാഗ്യം കാണാൻ സാധിച്ചു. കാരണം അവരുടെ മനസ്സിൻ്റെ സന്തോഷം, അവരുടെ മനസ്സിൻ്റെ ഒരു ഉത്സാഹം, ഊർജം, സഹകരണം, സഹവർത്തിത്വം, അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഉന്നതിക്ക് വേണ്ടി അവരെ മതചിട്ടകളെ മുഴുവൻ തട്ടി മാറ്റി. അത് അവരെ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് വൈരാഗ്യം. അതായത് അവരവരെ അടിച്ചമർത്തുന്ന, അടിമകളാക്കുന്ന സംസ്കാരത്തെ തട്ടിമാറ്റിക്കൊണ്ട് മനസ്സിനെ വികസിപ്പിക്കുന്ന, മനസ്സിനെ ഉണർത്തുന്ന, ഉയർത്തുന്ന സംസ്കൃതിയിലേക്ക് ചേരുന്നതിൻ്റെ പേരാണ് വിജ്ഞാനം. മനസ്സിനെ വികസിപ്പിക്കാനാണ് ഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത്. നതു പാരമാർത്ഥ്യം വജോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. നതു പാരമാർത്ഥ്യം എന്ന് പറയുന്നത് ആ നടന്ന കഥകൾ പരമാർത്ഥമല്ല എന്നല്ല. അവിടെ അർത്ഥമെടുക്കേണ്ടത് അവരുടെ ജീവിതം അന്ധമായി അനുകരിക്കുന്നത് പരമാർത്ഥമല്ല. അതായത് മനുഷ്യനെ 6-ാം നൂറ്റാണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോരുത്. അതാണ് ഇസ്ലാം മതത്തിന് പറ്റിയ അപജയം. പണ്ട് കാലത്ത് ഉടുത്തവരുടെ ഡ്രസ്സ് ഇന്ന് തലയിലിടേണ്ട കാര്യമില്ല. പണ്ട് കാലത്തുള്ളവർ ജീവിച്ച അതേ അജ്ഞാനത്തിൽ, അന്ധകാരത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടതില്ല. അവരെ അടിമകളാക്കി വെക്കേണ്ടതില്ല. അന്ന് അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അന്ന് സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്നു. ഇന്ന് അതുപോലെയൊക്കെ നമ്മൾ ആ കഥകളെ നിങ്ങൾ അതുപോലെ കണ്ട് അന്നത്തെ കാലഘട്ടത്തെ അനുകരിക്കാൻ പോയാൽ അത് നിങ്ങളുടെ അന്ധതയിലേക്കും നാശത്തിലേക്കുമുള്ള യാത്രയാണ്. ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഭാരതത്തിൻ്റെ ദർശനത്തിൻ്റെ മഹത്വം നോക്കൂ. അന്ധമായി പഴയ കാലത്തെ അനുകരിക്കുകയല്ല വേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും വേണം. എന്നാൽ മനസ്സിനെ ഉണർത്തുന്ന, വികസിപ്പിക്കുന്ന നല്ല സംസ്കാരങ്ങളോട് ചേരുകയും വേണം. എന്തൊരു വിശാലതയാണ് ഹിന്ദു സംസ്കാരത്തിന്! ഒന്നും അന്ധമായി അനുകരിക്കരുതെന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദുമതം. നതു പാരമാർത്ഥ്യം. അല്ലാതെ പണ്ടുള്ളവരുണ്ടായിരുന്നില്ല എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. പണ്ടുള്ളവർ ജീവിച്ചിരുന്നു, അതെടുത്തു പറയുകയാണ്. പക്ഷേ അവരുടെ ജീവിതത്തെ അന്ധമായി അനുകരിക്കാതെ, അതൊക്കെ വജോ വിഭൂതി, അവരുടെ ജീവിതചര്യകളൊക്കെ ഞാനിങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് എൻ്റെ വാക്കുകളുടെ വിഭൂതിയാണ്. അവരുടെ നൂറ്റാണ്ടിൽ അവർ ജീവിച്ച ജീവിതത്തെ അനുകരിക്കുകയല്ല, മറിച്ച് മനസ്സിനെ വികസിപ്പിക്കാൻ അവർ കാണിച്ചു തന്ന വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉണർത്തൂ. അതല്ലേ സംസ്കാരം. അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ പൂർവികന്മാർ പണ്ട് ഓണം ആഘോഷിച്ചിരുന്നു, ഭാഗവതം വായിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾ മറക്കരുത്. അവരുടെ ആ ഒരു മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ നല്ലതിനോടൊക്കെ ചേരുകയല്ലേ വേണ്ടത്. നിങ്ങൾ ഇസ്ലാം മതത്തിലാവട്ടെ, ക്രിസ്തു മതത്തിലാവട്ടെ, ഏത് മതത്തിലാവട്ടെ, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു, അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അവരുടെയൊക്കെ ആത്മാക്കളുണ്ട് എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളുണ്ട് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അവരൊക്കെ പണ്ട് പൂർവികരായിട്ടുള്ള ആളുകൾ ഭാഗവതം വായിച്ചവരും ഓണം ആഘോഷിച്ചവരായിരുന്നെങ്കിൽ അവരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കേണ്ടതില്ലേ? അപ്പം അതിനൊക്കെ നല്ലതിൽ ചേരുകയല്ലേ നല്ലത്? എന്തിന് നാം കുറ്റവും എന്തിന് നാം വെറുപ്പുമൊക്കെ ഉണ്ടാക്കണം? അതുകൊണ്ട് നല്ലതിലേക്ക് ചേരാൻ, നല്ല മനസ്സുള്ളവരാവാൻ അതിനാവട്ടെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ധാരാളം ഭാഗവതം വായിക്കണം, അതിനെ ഉൾക്കൊള്ളണം. കാരണം നിങ്ങളുടെ പൂർവികർ കൊണ്ടു നടന്ന അമൂല്യമായ ആധ്യാത്മിക സമ്പത്താണത്. അതിനുള്ള ശക്തിയും കരുത്തും ദൈവാനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, പ്രണാമം.